അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. മൂസാ നബി അലൈഹിസ്സലാം ഫിറോനിൻ്റെ കൊട്ടാരത്തിലെത്തിയ ശേഷം അവർ തമ്മിലുള്ള ചർച്ച ഇങ്ങനെയാണ് വിവരിക്കപ്പെടുന്നത്. മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും മൂസ എന്ന ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫിറോൻ പറഞ്ഞു, ഞാനത് പറഞ്ഞാൽ നിൻ്റെ ദൈവം എനിക്ക് എന്താ തരിക എന്ന് ചോദിച്ചു. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചാൽ 3 കാര്യങ്ങൾ എൻ്റെ ദൈവം നിങ്ങൾക്ക് തരും. 1 യൗവനം, 2 ഉദയസ്ഥലം മുതൽ അസ്തമയ സ്ഥലം വരെയുള്ള രാജ്യത്വം, 3 100 വയസ്സ് കൂടുതൽ ആയുസ്സും നിങ്ങൾ വിശ്വസിക്കുന്നതായാൽ നിങ്ങൾക്ക് ഈ ലോകത്ത് സുഖക്ഷേമത്തോടു കൂടി തന്നെ ഇനിയും ജീവിതം നയിക്കാം. അന്ത്യനാളിൽ അതിനെപ്പറ്റി ചോദ്യമുണ്ടാകുന്നതുമല്ല. ഫിറോവിനോട് സൗമ്യമായി വർത്തിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചിരുന്നത് കൊണ്ടാണ് മൂസാ നബി അങ്ങനെയെല്ലാം സാന്ത്വന വാക്കുകൾ പറഞ്ഞത്. അവസാനം തൻ്റെ മന്ത്രിമാരുമായി ആലോചിച്ച ശേഷം പിറ്റേ ദിവസം തീർപ്പ് പറയാമെന്ന് ഫിറോൻ പറഞ്ഞതനുസരിച്ച് അന്ന് മൂസാ നബിയും ഹാറൂനും സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. ഫിറോൻ ഹാമാനെ വിളിച്ച് മൂസാ നബിയുമായുണ്ടായ സംഭാഷണ വർത്തമാനങ്ങളെല്ലാം പറഞ്ഞു. മൂസ പറഞ്ഞ ഗുണങ്ങളുടെ കൂട്ടത്തിൽ യൗവനമൊഴിച്ച് മറ്റൊന്നിനും താൻ വില കൽപ്പിക്കുന്നില്ലെന്നും, എങ്കിലും യൗവനം തിരികെ കിട്ടാൻ തനിക്ക് വളരെ ആഗ്രഹമുണ്ടെന്നും, അതുകൊണ്ട് മൂസയിലും അവൻ്റെ രക്ഷിതാവിലും വിശ്വാസം അർപ്പിച്ചെങ്കിലോ എന്ന് തനിക്ക് ആലോചനയുണ്ടെന്നും മന്ത്രിയോട് അയാൾ തുറന്നു പറഞ്ഞു. മന്ത്രി അനുവദിച്ചില്ല. അയാൾ പറഞ്ഞു, അങ്ങ് ഇതുവരെ ആരാധ്യനാണെന്ന് വാദിച്ചു, ഇനി അടിമയാണെന്നാണ് പറയാൻ പോകുന്നത്. അത് കേട്ടാൽ ജനങ്ങൾ പരിഹസിക്കും. യുവാവായേ കഴിയൂ എന്ന് അങ്ങക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഇന്ന് രാത്രി കൊണ്ടു തന്നെ അങ്ങയെ ഞാൻ യുവാവാക്കിത്തരാൻ. ഫിറോൻ സസന്തോഷം ഹാമാൻ തന്നെ യുവാവാക്കി കൊടുക്കുമെങ്കിൽ അയാളുടെ അഭിപ്രായമനുസരിച്ച് മുൻസ്ഥിതിയിൽ തന്നെ നടക്കാമെന്ന് സമ്മതിച്ചു. ഫിറോൻ ഒരു വലിയ താടിക്കാരനായിരുന്നു. ആ താടിയും തലയും നരച്ചു പോയിട്ടുണ്ടായിരുന്നു. ഹാമാൻ ആ രാത്രി തന്നെ ചില ഔഷധങ്ങൾ അരച്ച് തയ്യാറാക്കി ഫിറോൻ കിടന്നുറങ്ങിയപ്പോൾ താടിയിലും തലയിലും തേച്ചു. നേരം പുലർന്ന് കണ്ണാടി നോക്കിയപ്പോൾ താടിയും തലയും മുഴുവൻ കറുത്തിരിക്കുന്നു. അപ്പോൾ തനിക്ക് യുവത്വം മടക്കി കിട്ടിയതായി അയാൾ സമാധാനിച്ചു. മന്ത്രിയായ ഹാമാനോട് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. തൻ്റെ ദൈവവാദം ഉപേക്ഷിക്കാതെ തന്നെ യൗവനം തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് മൂസായുടെ ഉപദേശത്തെ ഒരിക്കലും സ്വീകരിക്കേണ്ടതില്ലെന്ന് അയാൾ തീർച്ചപ്പെടുത്തി. പിറ്റേ ദിവസം രാവിലെ നിശ്ചയപ്രകാരം മൂസാ അലൈഹിസ്സലാം കൊട്ടാരത്തിൽ ചെന്നപ്പോൾ, മൂസേ, നിൻ്റെ രക്ഷിതാവിൻ്റെ സത്യത്തിൽ വിശ്വാസം വരത്തക്ക ഒരു ദൃഷ്ടാന്തം നീ കാണിച്ചു തരണം. എന്നാൽ മാത്രമേ നീ പ്രവാചകനാണെന്ന് വിശ്വസിക്കാൻ തരമുള്ളൂ. ഞാൻ പ്രത്യക്ഷമായ തെളിവ് കാണിച്ചാലും നീ വിശ്വസിക്കുന്നതല്ലല്ലോ എന്ന് മൂസാ നബി പ്രസ്താവിച്ചു. തെളിവുണ്ടെങ്കിൽ കാണിക്കണമെന്ന് ഫിറോൻ പറഞ്ഞു. നീ സത്യവാന്മാരിൽ പെട്ടവരാണെങ്കിൽ തെളിവ് കൊണ്ടുവരിക എന്നവൻ പറഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഫിറോൻ ആവശ്യപ്പെട്ടതനുസരിച്ച് മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ വടി നിലത്തിട്ടുകൊണ്ട് അതിനെ ഒരു പാമ്പാക്കി കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം തൻ്റെ വടി നിലത്തിട്ടു. അപ്പോൾ അത് ഒരു വെളിപ്പെടുത്തുന്ന വലിയൊരു സർപ്പമായി മാറിയെന്ന് ഖുർആൻ പറയുന്നു. ഈ സർപ്പത്തെ പറ്റി
അനേകം വർണ്ണനകളാണ് ഇസ്രായേലി കഥകളിൽ പറയുന്നത്. അതിന് 80 മാറ് നീളമുണ്ടായിരുന്നുവെന്നും അതിൻ്റെ തൊണ്ട പിളർന്നു കൊണ്ടേയിരുന്നുവെന്നും 700 പല്ലുകൾ തെളിഞ്ഞു കണ്ടിരുന്നുവെന്നും പാമ്പിൻ്റെ കാലുകൾ ആനക്കാലുകൾ പോലെ വലിയവയായിരുന്നുവെന്നും അതിൻ്റെ കഴുത്തിൽ 7000 അമ്പും വില്ലും അത് വഹിച്ചിരുന്നതായി തോന്നിയിരുന്നുവെന്നും അതിൻ്റെ തൊണ്ടയിൽ നിന്ന് ഉറ്റി വീണ കേല തട്ടിയതെല്ലാം കരിഞ്ഞു പോയി എന്നും ആ സ്ഥലത്ത് ഒരു പുൽക്കൊടി പോലും മുളച്ചിരുന്നില്ലെന്നും മറ്റുമായി അനേകം സംഗതികളാണ് ഇസ്രായേലി കഥകളിൽ പറയുന്നത്. അതിൻ്റെ വായിൽ നിന്നെത്തിയ കേല തട്ടിയ മനുഷ്യരെല്ലാം മരിക്കുകയോ അവർക്ക് പാണ്ഡുരോഗം പിടിപെടുകയോ ചെയ്തിരുന്നു അത്രേ. ആ ഭയങ്കരനായ പാമ്പ് ഫിറോവിൻ്റെ കൊട്ടാരമുറ്റത്ത് ഉഴച്ച് നടന്ന് ഫിറോനും മറ്റും ഭയപ്പെട്ടു പോയി. 7000 ആളുകളും അത്ര തന്നെ നാൽക്കാലികളും ഈ പാമ്പിൻ്റെ കാലടികളിൽ പെട്ടുപോയതിനാൽ ആ ആളുകൾക്കും കാലികൾക്കും ജീവനാശം സംഭവിച്ചു. ആ സർപ്പം ഫിറോവിനെയും അവൻ്റെ കൊട്ടാരത്തെയും എല്ലാം വിഴുങ്ങുമെന്നും വളരെ ശക്തിയുള്ളതാണെന്നും കണ്ടപ്പോൾ അയാൾ മൂസാ നബിയോട് അഭയം തേടാൻ നിർബന്ധിതനായി. മൂസാ, നീ മതത്തിലേക്ക് ക്ഷണിക്കാൻ വന്നതോ അതല്ല എന്നെ നശിപ്പിക്കാൻ വന്നതോ എന്ന് ഫിറോൻ ചോദിച്ചപ്പോൾ മൂസാ നബി പാമ്പിൻ്റെ കണ്ടത്തിൽ കൈവച്ചു. തൽക്ഷണം അത് വടിയായി മാറി. മൂസാ നബി അലൈഹി സ്വലാം അതെടുത്ത് കയ്യിൽ പിടിക്കുകയും ഫിറോവിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കുകയും ചെയ്തു. അതിൽ പിന്നെ മൂസാ നബി സ്വന്തം കൈ കീശയിലിട്ട് വലിച്ചെടുത്തുകൊണ്ട് അതിനുണ്ടായ അമാനുഷിക ശക്തിയും കാണിച്ചു കൊടുത്തു. അദ്ദേഹം തൻ്റെ കൈ വലിച്ചൂരി. അപ്പോൾ അത് കാണികൾക്ക് പ്രകാശമയമായി തോന്നി എന്ന് ഖുർആനിൽ അതിനെപ്പറ്റി വന്നിട്ടുണ്ട്. ആ അവസരത്തിൽ ഫിറോൻ സ്വന്തം ജനങ്ങളോട് പ്രസ്താവിച്ചതായി ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്. തൻ്റെ ചുറ്റുപാടുമുണ്ടായിരുന്ന ആളുകളോടവൻ ചോദിച്ചു, തീർച്ചയായും ഇവൻ ജ്ഞാനിയായ സിഹിറുകാരനാണ്. ഇവൻ തൻ്റെ സിഹിർ കൊണ്ട് നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് കൽപ്പിക്കുന്നു? അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനെയും അവിടെ നിർത്തിക്കൊണ്ട് പല രാജ്യങ്ങളിലും ചുറ്റി നടന്ന് അറിവുള്ള ആഭിചാരകന്മാരെയെല്ലാം കൂട്ടിക്കൊണ്ടുവരാനായി ആളുകളെ അയക്കണമെന്നവർ അഭിപ്രായപ്പെട്ടു. ഫിറോവിൻ്റെ ഭരണാധികാരത്തിക്കുള്ളിലായിരുന്ന ആഭിചാരകന്മാരെയെല്ലാം ക്ഷണിച്ചു വരുത്തുന്നതാൽ അവർ ആഭിചാരവൃത്തിയിൽ മൂസാ നബിയെ തോൽപ്പിക്കാതിരിക്കുന്നതല്ലെന്ന് ഫിറോവിൻ്റെ ദർബാറിലുണ്ടായിരുന്ന ആളുകൾക്ക് അഭിപ്രായമുണ്ടായിരുന്നു. അതുകൊണ്ട് ഏതാനും ദിവസങ്ങൾ കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞു ഫിറോൻ മൂസാ നബിയോട് അവധി അനുവദിപ്പിച്ചുകൊണ്ട് ആഭിചാരകന്മാരെ സംഘടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ 6 മാസം കഴിഞ്ഞു. അതിനിടയിൽ ഫിറോൻ 4000 സിഹിറുകാരെ രാജധാനിയിൽ ക്ഷണിച്ചു കൂട്ടി. അവരിൽ ഓരോരുത്തരും ആഭിചാരവൃത്തിയിൽ അതിനിപുണന്മാരാണ്. അവരിലൊരാൾ അന്ധനായതോടുകൂടി ആഭിചാരവൃത്തിയിൽ സർവോപരി യോഗ്യനായിരുന്നു. ഫിറോൻ ആഭിചാരകന്മാരോട് ഇങ്ങനെ പ്രസ്താവിച്ചു, ഞാൻ നിങ്ങളെയെല്ലാം വളരെ കാലമായി പോറ്റി വരികയാണ്. ഇപ്പോൾ എനിക്ക് ആപത്ത് നേരിട്ടിരിക്കുന്നു. നിങ്ങളുടെ അറിവും സാമർഥ്യവും കാണേണ്ടതായ അവസരമാണ്. ഒന്നുകിൽ മൂസയെ ഈ ഉദ്യമത്തിൽ നിന്ന് തടസ്സപ്പെടുത്തണം, അല്ലെങ്കിൽ അവനെ നാട്ടിൽ നിന്ന് പുറത്താക്കുക. ഇവ രണ്ടിലൊന്ന് നിങ്ങൾ ചെയ്യണം. എന്നാൽ ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവനായിരിക്കും. എന്ത് വേണമെങ്കിലും തരാൻ ഞാൻ സന്നദ്ധനാണ്. അങ്ങയുടെ സഹായമല്ലാതെ ഞങ്ങൾക്കൊരാശ്രയവുമില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങളൊരു ഉപേക്ഷയും വരുത്തുന്നതല്ല. ആഭിചാരവിദ്യയുടെ പ്രയോഗത്തിന് ആവശ്യമായ സാധനങ്ങളെല്ലാം ശേഖരിച്ചു കിട്ടിയാൽ പ്രവൃത്തിയിൽ ഒരു മടിയും ഞങ്ങൾ കാണിക്കില്ല. കാര്യം സാധിക്കുന്നതാണ് എന്ന് അവരെല്ലാവരും കൂടി ഒരുമിച്ച് മറുപടി കൊടുത്തു. അവർ ആവശ്യപ്പെട്ട സർവ്വസാധനങ്ങളും രാജാവ് ഒരുക്കിക്കൊടുത്തു. ശത്രുക്കൾ ഈ ഉദ്യമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാലങ്ങളിലെല്ലാം മൂസാ നബി ആരാധനയിൽ ലയിച്ചിരിക്കുകയാണ്. ഫിറോൻ അദ്ദേഹത്തെ നശിപ്പിക്കാനായി നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി 12000 ആഭിചാര വിദ്യക്കാരെ കൊണ്ടുവന്ന് കൊട്ടാരത്തിൻ്റെ ഇടത്തും വലത്തുമായി നിർത്തിയിരിക്കുന്നു. കൊട്ടാരത്തിൻ്റെ 4 ഭാഗങ്ങളിലും ഈ 2 നാഴികയോളം ഒഴിഞ്ഞ മൈതാനി പരന്നു കിടന്നിരുന്നു. ആ വിശാലമായ മൈതാനിയിൽ വെച്ച് നിശ്ചിത ദിവസമായപ്പോഴേക്ക് 12000 മാരണവിദ്യകൾ ഒരേ അവസരത്തിലായി കാണിക്കാവുന്ന ഒരുക്കങ്ങൾ ആ ആഭിചാരകന്മാർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നട്ടുച്ച സമയമാണ്. സൂര്യൻ നട്ടുച്ചയിൽ എത്തിയിരുന്നു. ആ മൈതാനിയിലെ കല്ലും ചരലുമെല്ലാം സൂര്യരശ്മി തട്ടി പ്രകാശിക്കുകയാണ്. ആഭിചാരകന്മാർ ഒരുക്കി വച്ചിട്ടുണ്ടായിരുന്ന വടി, കയറി മുതലായവ പാമ്പുകളും തേളുകളും ഭയങ്കരങ്ങളായ ഇതര ജന്തുക്കളുമായി രൂപാന്തരപ്പെട്ട് മൈതാനിയിൽ നിറഞ്ഞു കവിഞ്ഞു.
സമയമായപ്പോൾ ആഭിചാരകന്മാർ മൂസാ നബിയെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളെ ഖുർആൻ ഇങ്ങനെ പറയുന്നു: മൂസയെ ഒന്നുകിൽ നീ വടിയിട്ട് കൊള്ളണം, അല്ലെങ്കിൽ ആദ്യമിടുന്നവർ ഞങ്ങളാകാം എന്നവർ പ്രസ്താവിച്ചു. എങ്കിലും നിങ്ങളാണ് ഇടേണ്ടത് എന്ന് അദ്ദേഹം മറുപടി കൊടുത്തു. അപ്പോൾ അവരുടെ കയറുകളും വടികളും അവരുടെ ആഭിചാര നിമിത്തം ഇഴഞ്ഞു നടക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. മൂസയുടെ ഹൃദയത്തിൽ ഭയമുണ്ടായി. നാം അദ്ദേഹത്തിനോട് പറഞ്ഞു: പേടിക്കരുത്, നീ തന്നെയാണ് തീർച്ചയായും അത്യുന്നതൻ. നിന്റെ വലം കൈയിലുള്ളത് നീ ഇട്ടുകൊള്ളണം. അവർ അത് ചെയ്തത് വ്യർത്ഥമാക്കും. അവർ ചെയ്തതാവട്ടെ ഒരു ആഭിചാരകന്റെ കുതന്ത്രം മാത്രമാണ് എന്ന് നാം പ്രസ്താവിച്ചു. ആഭിചാരകന്മാർക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന ഉപകരണങ്ങൾ 70 ഒട്ടകങ്ങളുടെ പുറത്ത് കയറ്റിക്കൊണ്ടാണ് രാജധാനിയിൽ കൊണ്ടുവരപ്പെട്ടതെന്ന് ഒരു നിവേദനത്തിൽ വന്നിട്ടുണ്ട്. ആഭിചാര പ്രദർശനത്തിന് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന സമയമായപ്പോൾ മൂസാ നബിയും ഹാറൂൻ നബിയും സദസ്സിൽ ഹാജരായിട്ടുണ്ടായിരുന്നു. മൈതാനത്തിൻ്റെ ഒരു ഭാഗത്തായി മൂസാ നബി തൻ്റെ വടി നാട്ടി. ഹാറൂൻ നബി ഇടതുഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരുന്നു. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആഗതനായി ആഭിചാരകന്മാരുടെ മേൽ നബിക്ക് വിജയം ലഭിക്കുമെന്ന് ഉടൻ തന്നെ മൂസാ നബിക്ക് അറിവ് കൊടുത്തിരുന്നു. തങ്ങൾക്ക് വിജയം ലഭിക്കുന്നതായാൽ എന്താണ് പ്രതിഫലം കൊടുക്കുക എന്ന് ആഭിചാരകന്മാർ ഫിറോവിനോട് ചോദിച്ചപ്പോൾ എൻ്റെ എല്ലാവിധ സഹായങ്ങളും അവർക്ക് ഏത് കാലത്തും ഉണ്ടായിരിക്കുമെന്ന് രാജാവ് ഉറപ്പ് കൊടുത്തു. അവരുടെ ആഭിചാര സംഭവങ്ങളിലൊന്നും ലേശവും ശങ്കിക്കാതെ മൂസാ നബി അവരെ ആ സന്ദർഭത്തിലും സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ മനസ്ഥിതിയും ധീരതയും ആഭിചാരകന്മാരെ ഉത്കണ്ഠാകുലരാക്കാതിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പക്കൽ ആഭിചാരവൃത്തിയേക്കാൾ ശക്തിമത്തായ എന്തോ ഒരു അസാധാരണ ശക്തി ഉണ്ടായിരിക്കുമെന്ന് അവർ സംശയിച്ചു. ആ സംശയത്തിന് പരിഹാരാർത്ഥം തങ്ങളുടെ കൂട്ടത്തിൽ കൂടുതൽ നിപുണനായിരുന്ന കണ്ണ് കാണാത്തയാളോട് അവർ ഇങ്ങനെ ചോദിച്ചു: ഈ 2 മനുഷ്യരുടെ സ്ഥിതി എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇവർക്ക് സഹായികളായി ഇവിടെ ആരുമില്ല, എന്നിട്ടും ഇവർ ധീരന്മാരായി തന്നെ നിൽക്കുന്നു. ഒരാളുടെ കയ്യിൽ ഒരു വടി മാത്രമുള്ളതല്ലാതെ ഇവരുടെ പക്കൽ ആയുധങ്ങളൊന്നുമില്ല. ആ സ്ഥിതിക്ക് അവർ ആരായിരിക്കും? അന്തൻ അതിന് കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു: ഇവർ തീർച്ചയായും ആഭിചാരകന്മാരല്ല. നമ്മുടെയെല്ലാം ബഹുമാനത്തിനുള്ള അർഹത ഇവർക്ക് തീർച്ചയായും ഉണ്ട്. ഏതായാലും ഉദ്ദേശിച്ച കൃത്യം മുറപ്രകാരം നടക്കട്ടെ. അങ്ങനെ തങ്ങളുടെ നിശ്ചിത പരീക്ഷണം യഥാസമയം നടത്താൻ തന്നെ ആഭിചാരകന്മാർ സന്നദ്ധരായി. അവരിൽ ചിലർ മൂസാ നബിയുടെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ വടി കൊണ്ടുള്ള പ്രയോഗമോ അതല്ല കയറുകളും വടിയും കൊണ്ട് തങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കർമ്മമോ ഏതാണ് ആദ്യം വേണ്ടതെന്ന് ചോദിച്ചു. അവരുടെ പ്രയോഗം ആദ്യമായി നടത്തുവാൻ മൂസാ നബി അനുവദിച്ചു. അവർ ഇങ്ങനെയൊരു കരാറിന് മൂസാ നബിയെ നിർബന്ധിച്ചിരുന്നതായും ചില കിസ്സകളിലുണ്ട്. നിങ്ങളാണ് ജയിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മതത്തിൽ ഞങ്ങൾ വിശ്വാസം പ്രഖ്യാപിക്കും. നേരെ മറിച്ച് ഞങ്ങൾ ജയിക്കുന്നതായാൽ ഈ നിമിഷത്തിൽ തന്നെ ഫിറോൻ മഹാരാജാവിന് നിങ്ങൾ കീഴടങ്ങണം. അദ്ദേഹത്തെ ദൈവമായി അംഗീകരിക്കണം. ഈ കരാർ അനുസരിച്ച് കൊള്ളുന്നതാണെന്ന് മൂസാ നബി അവർക്കും ഉറപ്പ് കൊടുത്തു. ആഭിചാരകന്മാർ തങ്ങളുടെ അത്ഭുതങ്ങൾ പ്രദർശിപ്പിക്കാൻ സന്നദ്ധരായി. ആഭിചാര സൂത്രങ്ങൾ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന കയറുകളും വടികളും മറ്റുമെല്ലാം അവർ വിജയപേരി മുഴക്കിക്കൊണ്ട് മൈതാനത്ത് വലിച്ചെറിഞ്ഞു. സൂര്യരശ്മി തട്ടേണ്ട താമസമേ ഉണ്ടായുള്ളൂ. അപ്പോഴേക്ക് അവ ഓരോന്നും വലിയ വലിയ പാമ്പുകളായും തേളുകളായും രൂപമെടുത്ത് അംഗമിങ്ങും ഇഴഞ്ഞു നടന്ന് കാണികളെ ഭയപ്പെടുത്തി. 2 നാഴിക നീളം വരെ രാജകൊട്ടാരത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും പാമ്പുകളും തേളുകളും തന്നെ. ഹസ്രത്ത് മൂസാ നബി അലൈഹിസ്സലാം തെല്ലും ഭയപ്പെടാതെ അള്ളാഹുവിൻ്റെ ശക്തിയിൽ പരിപൂർണമായി വിശ്വാസമർപ്പിച്ചുകൊണ്ട് തൻ്റെ വടി ആ ഭയങ്കര ജന്തുക്കളുടെ മധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഉടൻ തന്നെ ആ വടിയൊരു മഹാസർപ്പമായി തീർന്നത് കണ്ട് മൈതാനത്തുണ്ടായിരുന്ന ആ കൃത്രിമ ജന്തുക്കളെല്ലാം ക്ഷണനേരം കൊണ്ട് ആ പാമ്പ് വിഴുങ്ങിക്കളഞ്ഞു. രാജാവും ആഭിചാരകന്മാരും മറ്റുമെല്ലാം പേടിച്ചു വിറച്ചു. തങ്ങളെയും ആ സർപ്പം വിഴുങ്ങുമെന്നവർ ഭയപ്പെട്ടു. ഭയവും പരിഭ്രമവും സഹിക്കാൻ കഴിയാതെ ആ സർപ്പം ആഭിചാരപ്രയോഗം കൊണ്ട് വെളിപ്പെട്ടതല്ലെന്നും മൂസായുടെ രക്ഷകർത്താവ് കാണിച്ചു തന്ന ഒരു അസാധാരണ ശക്തിയുടെ പ്രത്യക്ഷമായ അത്ഭുതമാണെന്നും മൂസാ നബിയോട് മത്സരിക്കുന്നത് കൊണ്ട് ഒരു നേട്ടവും സിദ്ധിക്കുന്നതല്ലെന്നും അവർ പരസ്പരം സമ്മതിച്ച് പ്രഖ്യാപിച്ചു. മൂസാ നബിയുടെ വടി മൂലം വെളിവായ അത്യത്ഭുതം കണ്ടപ്പോൾ മൂസാ നബിയും ഹാറൂനും പറയുന്നതെല്ലാം സത്യമാണെന്ന് ആഭിചാരകന്മാർക്ക് ബോധ്യമായി. ഫിറോനും അനുചരന്മാരും നബിയോട് രക്ഷ തേടാൻ നിർബന്ധിതരായി. മൂസാ നബി ആ ഭയങ്കര സർപ്പത്തിൻ്റെ കണ്ടത്തിൽ കൈവച്ചപ്പോൾ അത് വീണ്ടും വടിയായിത്തീർന്നു. ആ വടി അദ്ദേഹം മുമ്പത്തെ പോലെ തന്നെ കയ്യിൽ പിടിച്ചു. ആഭിചാരകന്മാർ മൂസാ നബിയുടെ സന്നിധിയിൽ ഹാജരായി വിശ്വാസം രേഖപ്പെടുത്തി. ലാ ഇലാഹ ഇല്ലല്ലാ മൂസാ കലീമുല്ലാ.
എന്ന വിശ്വാസപ്രതിജ്ഞയെ അവർ ഉച്ചസ്ഥനം ഉദ്ഘോഷിച്ചു. ഫിറോവിൻ്റെ ഇതര പ്രജകളിൽ നിന്നും അനേകായിരം ആളുകൾ അവരെ അനുകരിക്കുകയും ചെയ്തു. മൂസാ നബി അവർക്കെല്ലാവർക്കും ഏകദൈവ വിശ്വാസം പ്രബോധനം ചെയ്തു. അള്ളാഹുവിനെ ആരാധിക്കേണ്ടതായ ക്രമങ്ങളും നിസ്കരിക്കേണ്ടതായ രൂപവും അദ്ദേഹം അവർക്ക് കാണിച്ചു കൊടുത്തു. മൂസാ നബി അവർക്ക് സ്വർഗത്തെയും നരകത്തെയും കാണിച്ചു കൊടുത്തുവെന്ന് ചില കഥകളിൽ കാണുന്നുണ്ടെങ്കിലും നബിമാരുടെ അധികാരത്തിൽ കവിഞ്ഞതായ ആ സംഗതി വിശ്വാസയോഗ്യമല്ല. സ്വർഗവും നരകവും അവിടങ്ങളിലെ ശിക്ഷാരക്ഷകളുമെല്ലാം ഐഹിക ജീവിതത്തിൽ മറഞ്ഞ കാര്യങ്ങളാണ്. ആ മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വാസമുളവാക്കുക നബിമാരുടെ ചുമതലയാണ്. അവ കാണിച്ചു കൊടുക്കുന്നതിൽ നബിമാർക്ക് ആർക്കെങ്കിലും അധികാരമുണ്ടായിരുന്നതായി തെളിയിക്കുന്ന രേഖയില്ല. മൂസാ നബി വിവിധങ്ങളായ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടും പ്രത്യേകിച്ച് അമാനുഷികങ്ങളായ സംഭവങ്ങൾ കൊണ്ടും തൻ്റെ സത്യസന്ധത അവരെ ബോധ്യപ്പെടുത്തുകയും അതനുസരിച്ച് അവർ വിശ്വസിക്കുകയുമാണ് വാസ്തവത്തിൽ നടന്നത്. എങ്കിലും ഫിറോവിന് അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. ആഭിചാരകന്മാരും മറ്റും നബിയിൽ വിശ്വസിച്ചത് കണ്ട് കുപിതനായ ഫിറോൻ കോപം സഹിക്കവയ്യാതെ ഇങ്ങനെ ഗർജിച്ചു: എൻ്റെ അനുവാദം കൂടാതെ നിങ്ങൾ മൂസയെ പിന്തുടർന്ന് കളഞ്ഞത് കുറ്റകരമാണ്. നിങ്ങളെ ഈ പട്ടണത്തിൽ നിന്ന് ആട്ടി ഓടിക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. നിങ്ങൾ എന്നോട് വമ്പിച്ച വഞ്ചനയാണ് ചെയ്തത്. ഈ വഞ്ചനയിൽ നിന്ന് ഉടൻ തന്നെ നിങ്ങൾ പിന്മാറണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ കൈകാലുകൾ ഞാൻ ഛേദിച്ചു കളയും. ഞാൻ നിങ്ങളെ ഈത്തപ്പന വൃക്ഷങ്ങളിന്മേൽ തറച്ച് കൊന്നുകളയും. ആഭിചാരകന്മാർ അതിന് ധൈര്യസമേതം മറുപടി കൊടുത്തു: മഹാരാജൻ, അങ്ങ് ഇഷ്ടപ്രകാരം ചെയ്തുകൊള്ളൂ. അതെല്ലാം അനുഭവിക്കുന്നതിന് ഞങ്ങൾ സന്നദ്ധരാണ്. അവരുടെ ആ മറുപടിയെ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഉദ്ധരിക്കുന്നു: അവർ പറഞ്ഞു, ഞങ്ങൾ തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളും നീ ഞങ്ങളെ നിർബന്ധപൂർവം അകപ്പെടുത്തിയ ആഭിചാരവൃത്തിയും അവൻ ഞങ്ങൾക്ക് പൊറത്തു തരാൻ വേണ്ടി. ഫിറോവിന്മേൽ പറഞ്ഞ താക്കീത് പ്രകാരം മൂസാ നബിയിൽ വിശ്വസിച്ചിരുന്ന പലരെയും ശിക്ഷിക്കുകയുണ്ടായി. ആളുകളെ വല്ല വൃക്ഷത്തിന്മേലോ ദണ്ഡികളിന്മേലോ ചാരിവെച്ച് ആണിമേടി ബന്ധിച്ചുകൊണ്ട് സാവധാനത്തിൽ കൊല്ലുന്ന ഒരു ശിക്ഷാ സമ്പ്രദായം അയാളുടെ ശിക്ഷകളിൽ വെച്ച് അതിക്രൂരമായിരുന്നു. ഈ കഠിനമായ ശിക്ഷയാണ് സത്യവിശ്വാസികൾക്ക് അവൻ പ്രായേണ നൽകിയിരുന്നത്. ഫിറോവിൻ്റെ ഭണ്ഡാര സൂക്ഷിപ്പുകാരൻ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഈ ക്രൂരമായ ശിക്ഷയാണ് അവൻ നൽകിയിരുന്നത്. സ്വന്തം പുത്രിയുടെ ദാസി മതം സ്വീകരിച്ചതറിഞ്ഞപ്പോൾ ആ സ്ത്രീക്കും ഇതേ ശിക്ഷ തന്നെ അവൻ നൽകുകയുണ്ടായി. ആ സ്ത്രീയെ ശിക്ഷിക്കാനിടയായ സംഗതിയെപ്പറ്റി വന്നിട്ടുള്ള കഥ ഇങ്ങനെയാണ്. പ്രസ്തുത സ്ത്രീ തൻ്റെ മതസ്വീകരണത്തെ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഒരിക്കൽ അവൾ രാജകുമാരിയുടെ മുടി വാർന്നപ്പോൾ ചീർപ്പ് നിലത്ത് വീണു. അവൾ അതെടുത്തപ്പോൾ ബിസ്മില്ല എന്നുച്ചരിച്ചു. രാജകുമാരിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നീ ഇപ്പോൾ എൻ്റെ പിതാവിൻ്റെ നാമത്തെ അല്ല ഉച്ചരിച്ചത് എന്ന് രാജകുമാരി ആക്ഷേപിച്ചു. രാജകുമാരിയുടെയും മറ്റെല്ലാവരുടെയും രക്ഷിതാവിൻ്റെ പേരാണ് താൻ ഉദ്ധരിച്ചതെന്ന് ദാസി മറുപടി പറഞ്ഞു. രാജകുമാരിക്ക് കഠിനമായ കോപമുണ്ടായി. അവൾ ദാസിയെ അടിച്ചു. അതിനു പുറമെ ആ സംഗതി പിതാവായ ഫിറോവിനെ അറിയിക്കുകയും ചെയ്തു. ഫിറോൻ ആ ദാസിയെ വിളിച്ച് വിചാരണ ചെയ്തു. നീ എന്ത് ഭാഷയാണ് ഉരുവിട്ടത്? ഫിറോൻ ചോദിച്ചു. താൻ ഉരുവിട്ടിരുന്നത് സത്യം മാത്രമായിരുന്നു എന്ന് അവൾ തുറന്നു പറഞ്ഞു. ധിക്കാരം സംസാരിച്ചാൽ കൊന്നുകളയുമെന്ന് രാജാവ് ഭയപ്പെടുത്തി. അതിന് സ്ത്രീ പറഞ്ഞ മറുപടി ഇതായിരുന്നു: അങ്ങ് ഇഷ്ടപ്രകാരം എന്തും ചെയ്തു കൊള്ളണം. എനിക്ക് 1000 ജീവനാണുള്ളതെങ്കിൽ അവ ഓരോന്നും എൻ്റെ സത്യവിശ്വാസത്തിന് വേണ്ടി അർപ്പിക്കുന്നതിന് ഞാൻ സന്നദ്ധയാണ്. ആ നാമോച്ചാരണത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ല. നേരെ മറിച്ച് അതേ നാമം തന്നെ ഇനിയും ഉച്ചരിക്കുന്നതാണ്. എൻ്റെയും അങ്ങയുടെയും രക്ഷിതാവായ ആ സർവ്വലോകനാഥനെ ഞാൻ വീണ്ടും വീണ്ടും കീർത്തിക്കുകയാണ്. ഫിറോൻ ആ സ്ത്രീയെയും അവളുടെ മകളെയും കൊന്നുകളഞ്ഞു. ആ ക്രൂരമായ കൊലപാതകം ആണിമേടിക്കൊണ്ടായിരുന്നുവെന്നും അതെല്ലാം അഗ്നികുണ്ഡത്തിൽ ദഹിപ്പിച്ചിട്ടായിരുന്നുവെന്നും 2 അഭിപ്രായങ്ങൾ കഥകളിൽ പറയപ്പെട്ടിരിക്കുന്നു. അഗ്നികുണ്ഡത്തിൻ്റെ കരയിൽ അവളെയും മകളെയും നിർത്തിക്കൊണ്ട് താനാണ് രക്ഷിതാവെന്ന് സമ്മതിക്കാൻ ഒരുക്കമുണ്ടോ എന്ന് ഫിറോൻ ചോദിച്ചു. അവൾ അനുസരിച്ചില്ല. ഫിറോൻ അവളുടെ കുട്ടികളെ ഓരോരുത്തരെയായി അഗ്നിയിൽ വലിച്ചിട്ടുകൊണ്ട് ഈ ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചിരുന്നിട്ടും അവൾ കൂട്ടാക്കിയില്ല. അവസാനം അവളുടെ മുലകുടി മാറിയിട്ടില്ലാതിരുന്ന കുട്ടിയെ വലിച്ചിട്ടപ്പോഴും ഇതേ ചോദ്യം തന്നെ ഫിറോൻ ചോദിച്ചു. സ്ത്രീയുടെ ഹൃദയം അപ്പോൾ നീറുന്നുണ്ടായിരുന്നുവെങ്കിലും ഫിറോവിൻ്റെ ഇഷ്ടത്തിന് അവൾ വഴങ്ങാതിരിക്കുകയാണുണ്ടായത്. ആ ശിശു അപ്പോൾ അള്ളാഹു അതിന് നൽകിയ അസാധാരണ ശക്തിയോടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: ഉമ്മ, ദുഃഖിക്കരുത്. ഈ അല്പസമയത്തെ കഷ്ടപ്പാട് സാരമുള്ളതല്ല. അത് സഹിക്കുക തന്നെ വേണം. ഈ ലോകത്തിലെ ജീവിതം ശാശ്വതമല്ല. ഫിറോൻ കുപിതനായി കുട്ടിയെയും അമ്മയെയും ഒരുമിച്ച് അഗ്നിയിലിട്ട് ദഹിപ്പിച്ച് കളഞ്ഞു.
കുട്ടികൾ ഓരോന്നിനെയും സ്ത്രീയുടെ നെഞ്ചിൽ കിടത്തി അറുത്തു കൊന്നുവെന്നും അവസാനം സ്ത്രീയെ ചുട്ടു പഴുപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇരുമ്പ് പെട്ടിയിൽ നിക്ഷേപിച്ച് കൊന്നു കളഞ്ഞുവെന്നുമാണ് അജായിബ് ദുഹുർ എന്ന കിതാബിൽ പറഞ്ഞു കാണുന്നത്. മതകാര്യങ്ങളിൽ തൻ്റെ ഹിതത്തിന് വശംവദയായിരുന്ന പലരെയും പ്രസ്തുത ഇരുമ്പ് പെട്ടിയിൽ നിക്ഷേപിച്ചു കൊണ്ടായിരുന്നു ഇത്രേ ഫിർഔൻ വധിച്ചിരുന്നത്. ആണി തറച്ച് ആളുകളെ വധിച്ചിരുന്നത് നിമിത്തം വഫിർഔന ദുൽ ഔതാദ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അയാളെ വിശേഷിപ്പിച്ചിരിക്കുന്നു. മുലകുടിക്കാലത്തുള്ള 4 കുട്ടികൾ സംസാരിച്ചു എന്നത് ഒരു പ്രത്യേക അസാധാരണ സംഗതിയായി ഈ കഥയെ തുടർന്ന് ചില കിസ്സകളിൽ പറഞ്ഞു കാണാം. എന്നാൽ മുലകുടിക്കാലത്ത് കുട്ടികൾ സംസാരിച്ചു എന്നത് അത്ഭുതകരമല്ല. എങ്കിലും ഗൗരവങ്ങളായ സംഗതികളെപ്പറ്റി അവർ സംസാരിക്കുന്നത് അത്ഭുതാവഹമായിരിക്കുന്നതാണ്. സംസാരശേഷി വന്നിട്ടില്ലാത്ത 4 കുട്ടികളെ പറ്റിയായിരിക്കും ആ കഥാകർത്താക്കൾ പ്രസ്താവിച്ചത്. അങ്ങനെ സംസാരശക്തി വന്നിട്ടില്ലാത്ത 4 ശിശുക്കൾ സത്യസാക്ഷികൾ ആയിത്തീർന്നതായി കഥകളിൽ പറയപ്പെട്ടിട്ടുണ്ട്. ആ 4 ശിശുക്കൾ ഇവരാണ്. ഒന്ന്, യൂസുഫ് നബിയും സലീക്കയും തമ്മിലുണ്ടായ സംഘട്ടനത്തെ പറ്റി സാക്ഷി പറഞ്ഞ കുഞ്ഞ്. അതിന് 3 മാസത്തിൽ താഴെ മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തേത്, ഹസ്രത്ത് മൂസാ നബിയെ സ്വന്തം മാതാവ് അടുപ്പിലിട്ട് പോയതിനെപ്പറ്റി അവർ വിലപിച്ചപ്പോൾ മാതാവിനെ കുട്ടി സാന്ത്വനപ്പെടുത്തിയല്ലോ, ആ കുട്ടി. മൂന്നാമത്, ഫിറോവിൻ്റെ അന്തപുരത്തിലെ പരിചാരകയുടെ പുത്രനായ മേൽ പ്രസ്താവിക്കപ്പെട്ട ശിശു. ഈ കുട്ടിയുടെ ശരിയായ പ്രായം വ്യക്തമാക്കപ്പെട്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇതും ചെറിയ കുഞ്ഞായിരുന്നു എന്ന് വിചാരിക്കണം. നാലാമത്തേത് ഈസാ നബി അലൈഹിസ്സലാമാണ്. ഇദ്ദേഹം തൊട്ടിൽ വെച്ച് സംസാരിച്ചതായി പറയപ്പെടുന്നു. വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.